അരുൺ നിൽക്കുന്നത് എവിടെയാണ്? ഏത് സ്ഥാനാർത്ഥിക്കൊപ്പമാണ്? എന്താണ് ആറ്റിങ്ങലിന്റെ ആവേശം? സ്ഥാനാർത്ഥികൾ വി ജോയ് ഇപ്പോൾ ഉള്ളത് ബോണക്കാടാണ്. ബോണക്കാട് എസ്റ്റേറ്റിൽ അദ്ദേഹം അവിടുത്തെ തേയിലത്തോട്ട തൊഴിലാളികളായിരുന്ന പഴയ തൊഴിലാളികൾ, അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാർ, വളരെ കുറച്ച് വോട്ട് മാത്രമേ ഉള്ളൂവെങ്കിലും ബോണക്കാട് വളരെ പ്രതീക്ഷയോടെ ഇടതുമുന്നണി കാണുന്ന മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ ജോയ് ഉള്ളത്. അദ്ദേഹത്തിനടുത്തേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് അല്പസമയത്തിനകം KPCC-യിലെത്തും. അവിടെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുണ്ട്. ഖാർഗെയ്ക്കൊപ്പം തിരുവനന്തപുരത്തെ 2 സ്ഥാനാർത്ഥികൾ, തിരുവനന്തപുരം മണ്ഡലത്തിലെ ശശി തരൂറും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ അടൂർ പ്രകാശും വാർത്താ സമ്മേളനം നടത്തും. അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം കൂടി ഇന്ന് അടൂർ പ്രകാശ് വിളിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ വരുമ്പോൾ വോട്ടർ പട്ടികയിൽ വലിയ ഇരട്ട വോട്ട് ഉണ്ടെന്ന് ആരോപണം ഉയർത്തി അദ്ദേഹം ആ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ 1 ലക്ഷത്തിലേറെ വോട്ടുകൾ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തി ശുദ്ധീകരിക്കാൻ നടപടിയെടുത്തിരുന്നു. അതുതന്നെ അദ്ദേഹത്തിന് വിജയത്തിന് പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. ഇത്തവണയും സമാനമായ ഒരു ആരോപണം അടൂർ പ്രകാശ് ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് ജില്ലാ വരണാധികാരിയും അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഒക്കെ ആരോപണം തള്ളിക്കളഞ്ഞു. 500-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് അത്തരത്തിലുള്ള, അതും ശുദ്ധീകരിച്ചു എന്ന നിലപാടാണ് ഇന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ പോലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ആരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അടൂർ പ്രകാശ് അവിടം കൊണ്ടും അവസാനിപ്പിച്ചില്ല. അദ്ദേഹം ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചു. ഇന്ന് അതിൻ്റെ സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അടൂർ പ്രകാശ് 11:30 തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം നടത്തുന്നത്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വീറും വാശിയും ചൂരും ഒക്കെ നമുക്ക് വ്യക്തമാക്കുന്നത്. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ 3 മുന്നണി സ്ഥാനാർത്ഥികൾ. BJP-യുടെ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ അല്പസമയത്തിനകം വർക്കലയിലെത്തും. അവിടെ അദ്ദേഹത്തെ കാണാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം വി ജോയ് ഉൾപ്പെടെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഏതായാലും ആറ്റിങ്ങലിൽ എത്രത്തോളം തീവ്രമാണ് മത്സരം എന്നതിൻ്റെ എല്ലാ തെളിവുകളുമാണ് ഈ സ്ഥാനാർത്ഥികളുടെ മുന്നണികളുടെ ഈ ഇഞ്ചോടിഞ്ചുള്ള മത്സരം. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ. പണമൊഴുക്കുന്ന ആരോപണവുമായി ഇടത് സ്ഥാനാർത്ഥിക്കും BJP-ക്കുമെതിരെ അടൂർ പ്രകാശ് വരുമ്പോൾ അടൂർ പ്രകാശിൻ്റെ അടുത്ത ബന്ധുവായ വ്യവസായിയെ അരുവിക്കരയിൽ ഒരു കോളനിയിൽ തടഞ്ഞു വെച്ച് പണം നൽകാൻ എത്തിയെന്ന ആരോപണം CPM ഉന്നയിക്കുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധന ഒന്നും കണ്ടെത്താനായില്ല. എങ്കിൽ പോലും ആ രീതിയിൽ പണമൊഴുക്കാൻ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ശ്രമിക്കുന്നുവെന്ന പരാതി ഇപ്പോഴും ഇടതു കേന്ദ്രങ്ങളിൽ സജീവമാണ്. വലിയ രീതിയിൽ പണമൊഴുക്കുന്നു 3 സ്ഥാനാർത്ഥികളുമെന്ന് പൊതുവിൽ നമുക്ക് ആ മണ്ഡലത്തിൽ പോകുമ്പോൾ കാണാനാകാം. അതിശക്തമായ പ്രചരണമാണ് എല്ലാ രീതിയും ഉപയോഗിച്ചുകൊണ്ടുള്ള. ഇന്ന് ഈ കൊട്ടിക്കലാശം ആറ്റിങ്ങൽ കച്ചേരി നടയിലാണ്. അവിടെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് മുന്നിൽ നടത്തുന്നത്. DJ പാർട്ടികളടക്കം DJ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആറ്റിങ്ങലിൽ ഉണ്ടാകും. ഏതായാലും അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് ആറ്റിങ്ങൽ നടക്കുന്നത്. അവിടെ സിറ്റിംഗ് MP അടൂർ പ്രകാശ് അദ്ദേഹത്തെ എങ്ങനെയും തോൽപ്പിച്ച് തങ്ങളുടെ ഉറച്ച കോട്ട, നേരത്തെ സൈദ് സൂചിപ്പിച്ച പോലെ പൊന്നാപുരം കോട്ട എന്ന് തന്നെ ഇടതുമുന്നണിക്ക് പറയാവുന്ന അത്രയധികം ആഴത്തിൽ CPM-ന് സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ വോട്ടുകളുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ. അത് തിരിച്ചു പിടിക്കാൻ എല്ലാ ശക്തിയും എടുത്ത് ഇടതുമുന്നണി ഇറങ്ങുമ്പോൾ BJP-യും കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ച 2,48,000-ഓളം വോട്ടുകൾ, അത് അത്ഭുതമായിരുന്നു. അവിടെ BJP-ക്ക് അന്ന് അനുകൂല ഘടകങ്ങളേറെ ഉണ്ടായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം, പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയുടെ ഒരു വ്യക്തിപ്രഭാവം, ഏത് മണ്ഡലത്തിൽ പോയാലും വോട്ട് പിടിക്കാൻ അസാമാന്യ കഴിവുള്ള നേതാവെന്ന് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ, അത് V മുരളീധരൻ്റെ വെല്ലുവിളിയായി കൂടി മാറും ഇത്തെരഞ്ഞെടുപ്പിൽ ഉറപ്പാണ്. കാരണം ആ 2,48,000 വന്ന വഴി ഏതായാലും ശബരിമല കൊണ്ടുവന്ന വോട്ടാണോ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ CPM-ൽ നിന്ന് ചോർന്ന വോട്ടാണോ എന്നൊന്നും അന്തിമ കണക്കെടുപ്പിൽ ആരും നോക്കില്ല. 2,48,000 വോട്ടിൽ മുകളിലേക്ക് പോകാതെ താഴേക്ക് വന്നാൽ അത് V മുരളീധരൻ എന്ന BJP-യുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ അത് മറികടന്ന് മുന്നോട്ട് പോകേണ്ട ശ്രമമാണ് BJP കേന്ദ്രങ്ങൾ നടത്തുന്നത്. അങ്ങനെ 3 മുന്നണികൾക്കും അഭിമാന പോരാട്ടം. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക UDF-ന്, കോട്ട തിരിച്ചു പിടിക്കുക LDF-ന്. മികച്ച പ്രകടനത്തിലൂടെ ആറ്റിങ്ങലിലെ വളർച്ച ഒരു തവണത്തേക്ക് മാത്രമുണ്ടായതല്ല. അവിടെ ശക്തമായ സ്വാധീനം BJP-ക്കുണ്ട് തെളിയിക്കാനുള്ള ബാധ്യത BJP-ക്ക്. ഇങ്ങനെ ആര് ജയിക്കും ആര് പരാജയപ്പെടുന്നു പറയാൻ കഴിയാത്ത തരത്തിലുള്ള അതിശക്തമായ ത്രികോണ പോരാട്ടം ആറ്റിങ്ങലിൽ കൊഴുക്കുകയാണ്. സജിത്ത്, അഭിലാഷ്. റൈറ്റ്. അങ്ങനെ മുക്കും മൂലയും അരിച്ചു പെറുക്കിയുള്ള പ്രചാരണ പരിപാടികൾ ആയിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ശ്രദ്ധേയമായതൊക്കെയത്. പ്രത്യേകിച്ച് അരുൺ സൂചിപ്പിച്ചതുപോലെ അതൊരു ഇടതുകോട്ടയായിരുന്നു. ആ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പ്, രാഹുൽ ഗാന്ധിയുടെ വരവ് ചർച്ചയായ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ആ കോട്ട പിളർത്താൻ UDF-ന് സാധിച്ചുവെങ്കിൽ ആ കോട്ട വീണ്ടും തിരിച്ചു പിടിക്കാനാണ് LDF കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ, അത് ഏറ്റവും ജനകീയനായ
ജനകീയനായ ആ മണ്ഡലത്തിന് നൽകാവുന്ന ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് കൈമെയ് മറന്നുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടി ആറ്റിങ്ങലിൽ LDF ഉപയോഗിച്ചിരുന്നു എന്നത് തർക്കമില്ല. അങ്ങനെ കോട്ട തിരിച്ചു പിടിക്കുമ്പോൾ അവിടെ BJPയും ഈ തരത്തിൽ തന്നെയായിരുന്നു പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവ് 2,40,000 വോട്ടുകൾ പിടിക്കുമ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരനെ കളത്തിലിറക്കുന്നു. അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിക്ക് ആ വോട്ട് കുറഞ്ഞാൽ അത് BJPക്ക് ദേശീയ തലത്തിൽ പോലും നാണക്കേടാകും എന്നുള്ളതാണ്. ഇനിയും